സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മായിക ലോകമാണ്. പക്ഷെ അതിൽ കാശ് ഭയങ്കരമായിട്ട് എറിഞ്ഞാൽ അതിൽ ഏറെ കാശ് നമുക്ക് കിട്ടും എന്നുള്ള ധാരണ വെച്ചിട്ട് സിനിമ എടുക്കുകയും പിന്നീട് പൊട്ടുകയും പരാജയത്തിന്റെ ആ ഒരു കഠോരമായിട്ടുള്ള വേദന അനുഭവിക്കുകയും ചെയ്ത 5 ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 5 ചിത്രങ്ങൾ വമ്പൻ കാശ് എറിഞ്ഞുകൊണ്ട് അതായത് സിനിമ പിടിക്കുകയും ആ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ടാറ്റ പറഞ്ഞു വിട്ടു. ആ തരത്തിലുള്ള 5 ചിത്രങ്ങളുണ്ട്. വമ്പൻ പണം മുടക്കി വന്ന ചിത്രങ്ങളാണ്. അതിൽ 5ാമത് തൊട്ട് നമുക്ക് ഒന്നിലേക്ക് കടന്നു പോകാം. 5ാമത് നമ്മൾ എടുക്കുന്ന ചിത്രമാണ് ബാന്ദ്ര. ദിലീപും തമന്ന ഭാട്ടിയയും കൂടി അഭിനയിച്ച ചിത്രം. ദിലീപ് നായകനായി തമന്ന ഭാട്ടിയ നായികയായി അഭിനയിച്ച ചിത്രമാണ് ബാന്ദ്ര. അപ്പൊ ബാന്ദ്ര വന്നത് അരുൺ ഗോപിയുടെ സംവിധാനത്തിലൂടെയാണ്. ഉദയകൃഷ്ണ രചന നിർവഹിച്ച ചിത്രം അങ്ങനെ തിയേറ്ററുകളിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ദിലീപേട്ടന്റെ മാസ് റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമയായ ബാന്ദ്ര പണം വാരിക്കൂട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേണ്ടല്ല, പടം 8 അല്ല 9 നിലയിലാണ് പൊട്ടിയത്. പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടലോട് പൊട്ടൽ 35 കോടി രൂപ മുതൽ മുടക്കിയെടുത്ത പടം വെറും കളക്ഷൻ നേടിയത് 6 കോടി മാത്രം. 6 കോടി മാത്രം. ഉദയകൃഷ്ണ CBK തോമസ് രണ്ടുപേരും ചേർന്നിട്ടാണ് തിരക്കഥയൊക്കെ ഒരുക്കാറുണ്ടായത്. പക്ഷെ അവർ രണ്ടുപേരും വ്യത്യസ്തമായിട്ട് ഓരോരുത്തരായിട്ട് ഒരുക്കുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ ഉദയകൃഷ്ണ സ്വന്തമായിട്ട് തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു ബാന്ദ്രയുടേത്. പക്ഷേ അടലോൾ പട്ടലം പൊട്ടുകയായിരുന്നു ബാന്ദ്ര. ഇനി പറയാനിരിക്കുന്ന ചിത്രമാണ് രാജു മദ്രാസിയുടെ ചിത്രം. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ, കിങ് ഓഫ് കൊത്ത. 4ാമതായിട്ട് നമ്മൾ പറയുന്നത് കിങ് ഓഫ് കൊത്തയാണ്. കിങ് ഓഫ് കൊത്ത സംവിധാനം ചെയ്തത് അഭിലാഷ് ജോഷിയാണ്. ജോഷിയുടെ മകനാണ്. അഭിലാഷ് സംവിധാനം ചെയ്ത ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഭിലാഷൻ ചന്ദ്രനാണ്. അപ്പൊ അങ്ങനെ ചിത്രം വമ്പനായിട്ട് കടന്നു വരികയായിരുന്നു. 50 കോടി മുടക്കി ഇറക്കിയ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരുക്കിയ സിനിമയായിരുന്നു. പക്ഷെ കളക്ഷൻ നേടിയത് വെറും 38 കോടി മാത്രം. അപ്പൊ അവർക്ക് നഷ്ടമായില്ലേ? നഷ്ടമായി തീർന്നു. അങ്ങനെ നഷ്ടമായൊരു ചിത്രമാണ് കൊത്തരാജുവിന്റെ രാജു മദ്രാസിയുടെ കിങ് ഓഫ് കൊത്ത. 3ാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ. 2024 പുറത്തു വന്ന ചിത്രമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അടിപൊളി സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നിറയെ പുറത്തു വന്നുകൊണ്ടിരുന്ന ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണാൻ കാത്തിരുന്ന ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു സൂപ്പർ താരമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 8 സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചത്. പക്ഷെ നിർമ്മിച്ചിട്ട് എന്തായി? പടം പരാജയമായി മാറി. ചിത്രം പരാജയമായിട്ട് കൂപ്പുകുത്തി വീണു. 65 കോടി രൂപ മുതൽ മുടക്കി എടുത്ത പടം നേടിയത് എത്രയെന്നറിയോ? ഒന്ന് പറയാൻ പറ്റുമോ? 29 കോടി മാത്രമാണ്. അങ്ങനെ പരാജയ ഭാരം മൊത്തം ലിജോ പല്ലിശ്ശേരിയുടെ ആ കരിയർ ലെവലിൽ ഒന്ന് താഴോട്ട് വലിച്ചു എന്ന് പറയാം. കാരണം അദ്ദേഹം അടിപൊളി സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇതേപോലത്തെ ഒരു ബോംബ് പോലത്തെ ഒരു പടം ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതങ്ങനെ സംഭവിക്കപ്പെട്ടു. 2024 അങ്ങനെ സംഭവിച്ചു. പിന്നെ ഈ മലൈക്കോട്ടെ വാലിബന്റെ തിരക്കഥ അതായത് രചന ഒരുക്കിയത് നമ്മുടെ PS റഫീഖാണ്. അതും കൂടി പറയണം. PS റഫീഖ് എഴുത്തുകാരനൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. പക്ഷെ ആ പ്രതീക്ഷ അങ്ങോട്ട് വാനോളം ഉയർന്നില്ല. ജനങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് നല്ലതുപോലെ ചീത്ത വിളിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. നല്ലതുപോലെ ചീത്ത വിളിച്ചു. ഇതുപോലത്തെ ഉള്ള പടം എടുത്തിട്ട് ലിജോ തന്നെ ഇരുന്ന് കാണണം എന്ന തരത്തിലേക്ക് ഇങ്ങനെ കമന്റുകളൊക്കെ നിറയെ വന്നുകൊണ്ടിരുന്നു ആ സമയത്ത്. അപ്പൊ എന്താ പറയാ, 156 മിനിറ്റ് ഉണ്ടായ സിനിമ പരാജയത്തിലേക്ക് കടന്നുപോയ മലയാളം കണ്ട ഒരു സിനിമയാണ് വാലിബൻ. അപ്പൊ മലൈക്കോട്ടെ വാലിബൻ ലാലേട്ടന്റെ ചിത്രമാണല്ലോ. അപ്പൊ ഇനി പറയാൻ കിടക്കുന്ന 2 ചിത്രങ്ങളും ലാലേട്ടന്റെ ചിത്രങ്ങളാണ്. അപ്പൊ മോഹൻലാൽ ആരാധകർ വിഷമിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങട്ടെ. സംവിധായകൻ പ്രിയദർശനായിരുന്നു. ചിത്രം അറബിക്കടലിന്റെ സിംഹമല്ല സിംഹം. അപ്പൊ ആ ചിത്രം അങ്ങനെ വമ്പൻ ഒരു പ്രതീക്ഷയായിട്ടാണ് കടന്നു വന്നത്. പക്ഷെ അതും പരാജയത്തിലേക്ക് വീണുപോയി. ആശീർവാദ് സിനിമാസ് ഒരുക്കിയ ചിത്രമായിരുന്നു. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം. അപ്പൊ ആ ചിത്രം അങ്ങനെ പരാജയത്തിലേക്ക് വീണു. ഇതിന്റെ തിരക്കഥ പ്രിയദർശനും അനി IV ശശിയും കൂടി ചേർന്നിട്ടാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ അന്ന് റെഡിയാക്കി എടുത്തത്. പക്ഷെ എന്ത് ചെയ്യാൻ, ലാലേട്ടന്റെ ആ ചിത്രവും അറബിക്കടലിന്റെ സിംഹം വെറും സിംഹമല്ലാത്ത ഒരു എലിക്കുട്ടീനെ പോലെ ആയിപ്പോയ ഒരു അവസ്ഥയിലായി ആ ചിത്രം. നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആന്റണി പെരുമ്പാവൂർ എറിഞ്ഞത് ചില്ലറ പൈസ ഒന്നല്ല, 100 കോടി രൂപയായിരുന്നു. 100 കോടി രൂപ. പക്ഷെ വെറും 48 കോടി മാത്രമേ ഇവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് നഷ്ടത്തിലായില്ലേ. അങ്ങനെ ഒരു നഷ്ടക്കച്ചവടമായി മാറി അറബിക്കടലിന്റെ സിംഹം.
ഇനി പറയാൻ പോണ ചിത്രം ലാലേട്ടൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന 2024 ഞെട്ടിപ്പിക്കാൻ വേണ്ടി പുറത്തു വന്ന ചിത്രമായിരുന്നു ബാരോസ്. 3D ബാരോസ് 3D ചിത്രം. മോഹൻലാൽ ഒരുക്കിയ ചിത്രം എന്ന് പറയുമ്പോൾ അത് നല്ലതുപോലെ ജനങ്ങളെ അങ്ങനെ കോരിത്തെരിപ്പിച്ചുകൊണ്ടിരുന്നു. ലാലേട്ടൻ്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രം ഒന്ന് കാണണം. ക്യാമറ വർക്കുകൾ ചെയ്തത്, ഛായാഗ്രഹണം ചെയ്തത് സന്തോഷ് ശിവനാണ്. അദ്ദേഹം അടിപൊളി കലാകാരനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഛായാഗ്രഹണ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് ചെയ്തത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ നിർമ്മാണം. ആശീർവാദ് സിനിമാസ് ഒരുക്കുന്ന ബാരോസ്. ഇതിൻ്റെ സംഭാഷണങ്ങൾ എഴുതിയത് കലവൂർ രവികുമാറാണ് ഈ ചിത്രത്തിൻ്റെ. പക്ഷെ എന്ത് പറയാൻ, ഈ ചിത്രം ഉണ്ടല്ല, ബോംബ് എന്ന് പറഞ്ഞ ഗുണ്ട് അതുപോലത്തെ പൊട്ടിയൊരു പടമാണ് ഈ പടം. ഈ പടത്തിന് വേണ്ടിയിട്ട് മുതൽ മുടക്കിയ തുക എത്രയെന്നറിയോ? 150 കോടി രൂപ. അറബിക്കടലിലെ സിംഗത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയത് 100 കോടിയാണെങ്കിൽ ഇതിന് 150 കോടി രൂപയായിരുന്നു ഒരുക്കിയത്. ആന്റണി പെരുമ്പാവൂർ അങ്ങോട്ട് എടുത്ത് എറിയായിരുന്നു പൈസ എന്നും പറഞ്ഞിട്ട്. ലാലേട്ടന് അത്രയേറെ ഇഷ്ടമാണ് ആന്റണി പെരുമ്പാവൂരിനെ. എങ്ങനെയായാലും വിജയിക്കണ ഈ പടം, അതിനു വേണ്ടി ഇറക്കിയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ആഗോളതലത്തിൽ ഈ പടം ആകെ കളക്ഷൻ നേടിയത്, തിരിച്ചു പിടിച്ച പൈസ എത്രയെന്നറിയാമോ? 17.48 കോടി രൂപ മാത്രം. വളരെ ശോചനീയമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്കായിരുന്നു ആ പടം വീണുപോയത്. അങ്ങനെ ഒരു ഭൂലോക ഗുണ്ടായി മാറി ബാരോസ് 3D. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ 5 ചിത്രങ്ങൾ. വമ്പനായിട്ട് പണം മുടക്കി വന്ന, അന്ന് അതിലേറെ ഇറക്കിയ തുക തിരിച്ചു കിട്ടാതെ നഷ്ടത്തിലേക്ക് വീണുപോയ ചിത്രങ്ങൾ 5 ചിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റുകൾ അറിയിക്കും. ഓക്കെ, ടാറ്റാ, ബൈ.